ഇപ്പോൾ വനം മന്ത്രിയുടെ പ്രതികരണം കൂടി വിഷയത്തിൽ ലഭ്യമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് പ്രചാരണം നടത്തരുത് എന്നാണ് ഇപ്പോൾ വനം മന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിരിക്കുന്നത്. പ്രതികരണം കേട്ട ശേഷം സുഹൈലിലേക്ക് തന്നെ എത്താം. സംഭവ സ്ഥലത്താണ് സുഹൈൽ ഉള്ളത്. വനമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ദൗർഭാഗ്യകരമായ വാർത്തയാണ് നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഷോക്കേറ്റ് മരിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. വനംവകുപ്പ് അവിടെ പന്നിയെ പിടിക്കാൻ കൂട് വെക്കുകയോ കെണി വെക്കുകയോ ഇലക്ട്രിക് വയറിനുള്ള കണക്ഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന് അതിനകത്ത് നേരിട്ട് ബന്ധമൊന്നുമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇത് ഈ പ്രശ്നത്തെ കാണരുതെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രകോപനം ഉണ്ടാക്കരുതെന്നും വിശദമായ അന്വേഷണം നടത്തി കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. നിലമ്പൂർ DFOയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ റോഡ് ഉപരോധമുണ്ട്. LDF UDF സ്ഥാനാർത്ഥികളൊക്കെ അവിടെ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു. സമഗ്ര അന്വേഷണം വേണമെന്നുള്ള ആവശ്യം LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ചു. ഇതിൽ സർക്കാരിന്റെ ഇടപെടലിനെ കുറ്റപ്പെടുത്തുകയാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ സുഹൈൽ മുഹമ്മദ് തത്സമയം ചേരുന്നത്. സുഹൈൽ, ഇത്തരത്തിൽ ഈ വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു മേഖലയാണോ? ഈ നാട്ടുകാർ പറയുന്നത് എന്താണ്? ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അനധികൃതമായി ഇത്തരത്തിൽ ഒരു വേലി അതിലേക്ക് ഇങ്ങനെ കറന്റ് പ്രവഹിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. നാട്ടുകാർ എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൈൽ? ഉന്മേഷം, അനധികൃത ഫെൻസിംഗ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുറുകെയിട്ട ഈ ലൈൻ ഏകദേശം 200 മീറ്ററോളം അങ്ങോട്ട് പോയി KSEBിയുടെ പോസ്റ്റിൽ കണക്ഷൻ ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വഴികൾ വലിയ പ്രതിസന്ധിയിലൂടെ അങ്ങോട്ട് നീങ്ങാൻ കഴിയില്ല. നമ്മൾ ഈ കാണുന്ന ഈ ഭാഗമുണ്ട്, ഇത് ഫോറസ്റ്റ് മേഖലയാണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന കൃഷിയിടമുള്ളത്. അപ്പോൾ ഈ ഫെൻസിങ്ങിന് കുറുകെ ഇട്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ പന്നിക്ക് കെണി വെച്ചിരിക്കുന്നു, അതായത് പന്നിയെ പിടിക്കാനായിട്ട്, ഇറച്ചി ആവശ്യത്തിന് പന്നിയെ പിടിക്കാനായി കെണി വെച്ചെന്ന് അനുമാനിക്കാം. അതേസമയം തന്നെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയതെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നാളെ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇത് എങ്ങോട്ട് കൊണ്ടുപോയി നടക്കുമുള്ള കാര്യങ്ങൾ. എന്തായാലും ഫെൻസിംഗ് അനധികൃതമായ സംശയമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അനുമതി എടുത്താണ് ഫെൻസിംഗ് ഉണ്ടാക്കിയതെങ്കിൽ അതിൽ കടത്തിവിടുന്ന വൈദ്യുതി, ഈ പറയുന്ന വോൾട്ടിനൊക്കെ പരിമിതികളുണ്ട്. ഒരു ജീവൻ എടുക്കാൻ മാത്രമുള്ള പവർ അതിനുണ്ടാകില്ല. ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടമാവുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയ നല്ല രീതിയിൽ ഉള്ള ഒരു വൈദ്യുതി ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. ഏകദേശം വലിയ KVയിൽ തന്നെ വലിയ വോൾട്ടിൽ തന്നെ വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അനധികൃതമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങൾ നിയമ നടപടികളും എഫ്ഐആറുകളും അടക്കം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. നിലവിൽ അനന്തുവിന്റെ മൃതദേഹം ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. മറ്റ് 2 പേരാണ് വലിയ അനന്തു സുഹൃത്തുക്കളായ 2 പേർ ഇപ്പോൾ ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട്. ഒരാൾ നിലമ്പൂർ ആശുപത്രിയിലും മറ്റേയാൾ പാലോട് ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് ഉള്ളത്. എന്തായാലും അങ്ങേയറ്റം ദാരുണമായ ദയനീയമായ സംഭവം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ മീൻ പിടിക്കാനായി എത്തിച്ച വലയും അവരുടെ ചെരുപ്പുകളൊക്കെ നമുക്ക് അവിടെ കാണാം. ഒരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ അവധി ദിവസമാണ്. SLC വിദ്യാർത്ഥി അനന്തു സുഹൃത്തുക്കളോടൊപ്പം ദിവസത്തിൽ വൈകിട്ട് ഒരു മീൻപിടുത്തത്തിനും അല്ലെങ്കിൽ ഒരു ചെറിയ വിനോദത്തിനായി ഇവിടെ എത്തിയതാണ്. പക്ഷെ ഇതൊരു അവസാന യാത്രയാകുമെന്ന് അനന്തു അറിഞ്ഞില്ല. ഏറ്റവും ദയനീയമായ സംഭവം. അതും അനന്തു മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിന് ഈ അധികാരികളുടെ ഒരു അനാസ്ഥ കൊണ്ടുണ്ടായ ഒരു മരണം എന്ന് വേണം നമുക്ക് നിസ്സംശയവുമായി ബന്ധപ്പെട്ട് പറയാം. നമ്മൾ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് KSEB ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിരുന്നു. ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ നിന്ന് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിൽ വൈദ്യുതി ഇപ്പോൾ ഇതുവഴി വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പിള്ളക്കൊക്കെ അവർ ഉരുട്ട് കാണും. എന്തായാലും KSEBക്കും വനം വകുപ്പിനും ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ രൂക്ഷ വിമർശനം ഉയരുന്നു.